ശാസ്ത്രത്തിന്റെ ഒരു വലിയ സംഭാവനയാണ് വാക്സിൻ. ഇവിടെ വസൂരിക്കെതിരെയും പോളിയോക്കെതിരെയും ഒക്കെ വാക്സിൻ ഉണ്ട്. ഈ വാക്സിൻ ഡ്രഗുകളൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ചർച്ചയായിരിക്കുകയാണ് കോവിഷീൽഡ് വാക്സിൻ. വാക്സിൻ എടുത്ത ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ കോവിഷീൽഡ് വാക്സിൻ ആളെ കൊല്ലിയോ എന്ന സംശയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടെ കോവിഡ് വാക്സിനായ കോവിഷീൽഡ് പിൻവലിച്ചിരിക്കുകയാണ് നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനെക്ക. ഉൽപാദനവും വിതരണവും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചിരിക്കുകയാണ്. മാർക്കറ്റിൽ അവശേഷിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം വാണിജ്യപരമായ കാരണങ്ങളാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന ആസ്ട്രാസെനെക്ക വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഷീൽഡ്. കോവിഷീൽഡ് വാക്സിന്റെ ലഭ്യത വിപണിയിൽ അധികമാണെന്നും പുതിയ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കോവിഷീൽഡിന് സാധിക്കില്ലെന്നും കമ്പനി നേരത്തെ വിശദീകരിച്ചിരുന്നു. 51 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്ന പരാതി UK-യിൽ നിന്നാണ് ആദ്യമായി ഉയർന്നത്. ഇതോടെ വാക്സിൻ സ്വീകരിച്ചാൽ ചിലർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് കമ്പനി കോടതിയിൽ സമ്മതിച്ചിരുന്നു. ത്രോംബോസിസ് വിത്ത് ത്രോംബോസെറ്റോപീനിയ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലേക്കാണ് ഇത് നയിക്കുക. വാക്സിൻ എടുത്ത് 21 ദിവസത്തിനകമാണ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് കമ്പനിയുടെ വാദം. UK-യിൽ ഇത്തരത്തിൽ 81 മരണങ്ങൾ ഉണ്ടായെന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത്. കനത്ത ആശങ്കയാണ് ഇത് ഇന്ത്യയിലും സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നൽകിയതും കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിനാണ്. ഇത്തരം പാർശ്വഫലങ്ങളുള്ള ഈ മരുന്ന് മനുഷ്യരിൽ കുത്തിവെക്കാൻ ലോകാരോഗ്യ സംഘടന അപ്രൂവ് ചെയ്തത് എങ്ങനെയാണെന്നാണ് സംശയം. ഇത്രയും സൈഡ് എഫക്ട്സ് ഉള്ളതാണെങ്കിൽ ഒരിക്കലും ജനങ്ങളിൽ നിർബന്ധിതമായും കുത്തിവെപ്പ് എടുക്കാൻ പാടില്ലായിരുന്നു. ഇതിപ്പോ കൊറോണയെ പേടിച്ച് വാക്സിൻ എടുത്താൽ അതിലും വലിയ അപകടമായി മാറുന്ന അവസ്ഥയായി മാറിയിരിക്കുകയാണ് എന്നാണ് ജനങ്ങളുടെ പരാതി. അതേസമയം പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല വാക്സിൻ പിൻവലിക്കുന്നതെന്നും വളരെയധികം വാക്സിനുകൾ മാർക്കറ്റിലുണ്ട്. തങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു പോയിരിക്കുന്നു, അതിനാലാണ് പിൻവലിക്കുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. യൂറോപ്പിൽ വാക്സിൻ പിൻവലിക്കാൻ അനുമതി നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പാർശ്വഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നാണ് കമ്പനി ആവർത്തിക്കുന്നത്. രക്തം കട്ടപിടിക്കുന്ന അല്ലെങ്കിൽ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറയ്ക്കുന്ന TTS എന്ന അവസ്ഥയ്ക്ക് അപൂർവം പേരിൽ വാക്സിൻ സാധ്യതയുണ്ടാക്കുമെന്നായിരുന്നു കമ്പനി കോടതിയിൽ അറിയിച്ചിരുന്നത്. എന്നിരുന്നാലും കോവിഷീൽഡ് പിൻവലിക്കാനുള്ള തീരുമാനം കേസിന്റെ പശ്ചാത്തലത്തിൽ അല്ലെന്ന് കമ്പനി വ്യക്തമാക്കി. കോവിഡ് സമയത്ത് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ എടുത്തതും കോവിഷീൽഡ് തന്നെ. തുടക്കത്തിൽ വാക്സിൻ എടുക്കാൻ പലർക്കും മടിയും ഭയവും ഉണ്ടായിരുന്നു. വാക്സിനെ എതിർക്കുന്ന ഒരു കൂട്ടം അബദ്ധവാദികൾ വാക്സിനെതിരെ നല്ല ഹൈപ്പും കൊടുത്തിരുന്നു. എന്നാൽ ആ സമയത്ത് വാക്സിൻ എടുത്താൽ കൊറോണ വരില്ലെന്നും എടുത്തില്ലെങ്കിലാണ് ജീവന് ഭീഷണിയാവുക എന്നൊക്കെയുള്ള പല വാദങ്ങളും ബോധവൽക്കരണങ്ങളും ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർമാരും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ജനങ്ങൾ കണ്ടത് കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞ ശേഷം സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയവ മൂലം പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടതാണ്. ഇതൊക്കെ ശരിക്കും വാക്സിൻ കാരണമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ കാരണം എന്നുകൂടി ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഇടയിൽ ഇത്തരം ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന കാര്യത്തിൽ മറുപടി പറയാൻ സർക്കാരും ആരോഗ്യമന്ത്രിയും സന്നദ്ധരാവണം.